ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ടത് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് 99.9% തട്ടിപ്പാണ്. ഇപ്പോഴും പറയാനുണ്ട്, UK സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റമാണ്. പാർട്ട് ടൈം ജോലികൾ പൊതുവെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഏജൻസികൾ പറയുന്ന പോലെ വന്ന് ഇറങ്ങുമ്പം നാളെ മുതൽ ജോലി കിട്ടും, അത് വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാം, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകളും ഉണ്ടാവേണ്ട. അതൊന്നും നടക്കും. ഒരു വർഷം 1,30,000 ആൾക്കാരെയാണ് മൈഗ്രേഷൻ അവരെടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് നമ്മുടെ മേശിരി, ആശാരി, കട്ടപ്പണി, ടൈലേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഡിമാൻഡും ഏറ്റവും ശമ്പളം ഉള്ളത്. പ്ലംബർ കിട്ടാനില്ല. ഓസ്ട്രേലിയക്ക് ആൾക്കാർ ആവശ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ PR ആയി കഴിഞ്ഞാൽ ഒരു സിറ്റിസന് തുല്യമായിട്ടാണ് ഓസ്ട്രേലിയ കണക്കാക്കുന്നത്. ഫ്രീ മെഡിക്കലാണ്, കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം. തണുത്ത രാജ്യങ്ങളിൽ പ്രത്യുൽപാദന ശേഷി വളരെ കുറവാണ്. പിന്നെ തീർച്ചയായിട്ടും കാനഡയിൽ പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറും. വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ബ്രേക്ക് എടുത്തിട്ടാണ് മാസ്റ്റേഴ്സിന് പോകുക അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് പോകുന്നത്. അതിന് മുമ്പ് ഒന്ന് ചുറ്റിക്കറങ്ങി വരും. ഈ IELTS UK കാരൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഇന്ത്യക്കാരൻ്റെ അത്ര മാർക്ക് കിട്ടത്തില്ല. അവർക്ക് കിട്ടത്തില്ല. ഓസ്ട്രേലിയയിലെ വീട് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരിച്ചടവുകൾ ഓട്ടോമാറ്റിക്കലി അടച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അത്രത്തോളം റെന്റ് ഉണ്ട്. അതുകൊണ്ട് ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ്. മലയാളി കുട്ടികളാണ് പിന്നെ മലയാളം സംസാരിക്കാത്തത്, ലൈക്ക് നമ്മുടെ മാതൃഭാഷ സംസാരിക്കാത്തത് കൂടുതലായിട്ട്. പഞ്ചാബി കുട്ടികൾ, ഹിന്ദി കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് ഓസ്ട്രേലിയ ജനിച്ചു വളർന്ന കുട്ടികൾ, അവരുടെ ലാംഗ്വേജ് നമുക്ക് അത്ഭുതപ്പെട്ടു. മാത്യൂസ് ഡേവിഡ്, വെൽക്കം ടു ABC ടോക്ക്. ഓസ്ട്രേലിയ, കാനഡ എന്നുള്ള ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന മലയാളി പേരുകളിലൊന്ന് താങ്കളുടെയാണ്. അല്ല, അത് നിങ്ങളിതൊരു പ്രൊമോഷൻ ഷോ ആക്കരുത്. മാത്യൂസ് ഞാൻ സീനിയറും മാത്യൂസ് എൻ്റെ ജസ്റ്റ് ജൂനിയറുമായി ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി പഠിച്ചതാണ്. ഒരുമിച്ച് പത്തനംതിട്ട കാത്തോലിക് കോളേജിൽ പഠിച്ചതാണ്. ഈ മൈഗ്രേഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റിസോഴ്സ് ഇവർ ചോർത്തിക്കൊണ്ടുപോവുകയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞാനും സതീഷുമൊക്കെ, അല്ലേ? അപ്പോൾ അത്തരം ഞങ്ങളുടെ ചില സംശയങ്ങൾക്ക് മാത്യു നിർബന്ധമായും ഉത്തരം തരണം. തീർച്ചയായിട്ടും. പിന്നെ എത്ര വർഷമായി ഓസ്ട്രേലിയ പോയിട്ട്? 15 വർഷം. 15 വർഷമായി. 15 വർഷത്തിനിടയിൽ പത്തനംതിട്ടയാണോ, കേരളമാണോ, ഇന്ത്യയാണോ, ഓസ്ട്രേലിയ ആണോ? നമ്മൾ ജനിച്ചു വളർന്ന നാട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അപ്പം അതൊരിക്കലും നമുക്ക് മറന്നിട്ടൊന്നും എങ്ങടേക്കും പോകാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഓസ്ട്രേലിയയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്, ജീവിത നിലവാരത്തിൽ വ്യത്യാസങ്ങളുണ്ട്, എൻ്റെ ജോലിയുടെ റെക്കഗ്നീഷൻ. അപ്പം അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തത്. ആദ്യം നമ്മൾ പോകുമ്പം ചിന്തിക്കുന്നത് പോവുക, കുറച്ച് പൈസ ഉണ്ടാക്കുക, തിരിച്ചു വരിക എന്നുള്ള തോട്ടിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് അവരുടെ സുഖ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പം നമ്മൾ പിന്നെയും കുറച്ച് നാളിവിടെ നിൽക്കാം, കുട്ടികളുടെ വളർച്ചയിൽ നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പം നമ്മളെപ്പോഴും ഓസ്ട്രേലിയക്ക് ഒരു പ്രിഫറൻസ് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ 15 വർഷം അവിടെ ഉള്ളത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹങ്ങളുള്ള വളരെയധികം മലയാളികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഞാനുമാണ്. അല്ല, ഇപ്പം മാത്യൂസിൻ്റെ കുട്ടികൾ അവിടെ, എനിക്ക് ഇടയ്ക്ക് വൈഫിനെയും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സാധാരണ പിള്ളേർ കാണുന്നത് പോലെ അല്ല, അവരിലൊരു മലയാളിത്വവും വർത്തമാനവും ഒക്കെ സാധാരണ അന്ന് നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാവുന്നുള്ളൊരു ശേഷി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു, അങ്ങനെ കാണണം എന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പം അത് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കണം. പൊതുവായിട്ട് എൻ്റെ കുട്ടികൾ മാത്രമല്ല, പൊതുവായിട്ട് ആൾക്കാർ പറയുന്നത് ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണ്. അവർക്ക് അവിടെ ജനിച്ചു വളർന്നു വരുമ്പം മലയാളം ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ പിക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്കൂളുകളിൽ എപ്പോഴും ഇംഗ്ലീഷ് സ്റ്റുഡൻസിനോടൊപ്പമാണ് അവർ പഠിക്കുക. പക്ഷേ മലയാളി പോപ്പുലേഷൻസ് കൂടുമ്പോൾ മലയാളം സ്കൂളുകൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ മലയാളം മിഷൻ ഉണ്ട് മിക്ക സ്ഥലങ്ങളും മലയാളം മിഷൻ ഉണ്ട്. അവിടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ മലയാളം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ പോപ്പുലേഷൻ ആകുമ്പോൾ അത് സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം ഓസ്ട്രേലിയക്കുണ്ട്. സ്കൂളുകളിൽ തന്നെ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഈ മലയാളം കുട്ടികളിലേക്ക് കൂടുതൽ വരും. പിന്നെ കുട്ടികൾക്ക് ഇവിടെ വരുമ്പം പ്രയാസമുള്ളത് ഇവിടുത്തെ സിസ്റ്റം ആയിട്ട് ഒന്ന് യോജിച്ച് പോകാനുള്ള പ്രയാസങ്ങളാണ് പൊതുവെ ഇവർ പറയുന്നത്. എന്നിരുന്നാലും ഒരു കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒരു വളർച്ച ഇന്നത്തെ പോക്കിൽ പോവുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബലൈസ്ഡ് വേൾഡ് ആവുകയാണല്ലോ. അപ്പോൾ കേരളം ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരു പരിധി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അഡാപ്റ്റബിലിറ്റി ആണ് ഇവിടെ പ്രത്യേകിച്ച് വരുന്നത്. ഇപ്പോൾ ജെൻസീസിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ കുട്ടികൾ
പെട്ടെന്ന് ഇടപെടുന്ന ഒരാൾക്കാരാണ്. ഇതിലൊരു രസകരമായ കാര്യം, ഇവിടുന്ന് കുട്ടികൾ അവിടെ പഠിക്കാൻ വരുമല്ലോ, ഓസ്ട്രേലിയക്ക് പഠിക്കാൻ വന്നിട്ട് അവിടെ ജനിച്ചു വളർന്ന കുട്ടികളും നമ്മുടെ ജൻസി കുട്ടികൾ അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളുടെ അത്രയും ഒരു വൈബോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈലിലേക്കൊക്കെ പിടിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ കുട്ടികളാണ് കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് നമ്മൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്. അപ്പം ഇവര് തന്നെ പേരൻസിനോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ കേരളം അങ്ങനെയാണെന്ന്. കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ നമ്മളെക്കാളും വൈബും സ്റ്റൈലിഷ്. ആ രാജ്യം വെൽക്കം ചെയ്യുന്നുണ്ടോ നമ്മളെ? തീർച്ചയായും വേർതിരിവുണ്ടോ? ഈ ലുക്ക് ഓരോ എല്ലാ വിദേശ രാജ്യങ്ങളും ലൈക്ക് ഈ UK, ബ്രിട്ടൻ, ലൈക്ക് അങ്ങനെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, ഇപ്പം അമേരിക്കയിൽ ഒരു ആൻറ്റി മൈഗ്രേഷൻ ഒരു സെൻറ്റിമെൻറ്റ് ട്രംപിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് പൊളിറ്റിക്കലൈസ്ഡ് ആണ്. ആ ഒരു സെൻറ്റിമെൻറ്റ് റീസെൻ്റ്ലി ഓസ്ട്രേലിയയിലും വരുന്നുണ്ട്. അപ്പം അതിൽ ഒരു വിഭാഗം വെള്ളക്കാർ അത്തരത്തിലുള്ള പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ഈ മൈഗ്രേഷൻ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ, UK-യിലേക്കുള്ള മൈഗ്രേഷൻ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പകുതിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, കേരളത്തെക്കാൾ ഇത്തിരൂടെ വലിപ്പമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യയുടെ ഏകദേശം 3 ഇരട്ടി വലിപ്പമുള്ള രാജ്യം. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് സതീഷ് ഗൂഗിൾ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു 2,80,00,000 പേര് മാത്രമുള്ള ഇന്ത്യയുടെ 2 ഇരട്ടിയുള്ള ഒരു രാജ്യം. നമ്മളവിടെ ഈ ആൾക്കാരെ കണ്ടുമുട്ടാതെ വലയോ എന്നാണ്. അല്ല, കേരളത്തിന്റെ പോപ്പുലേഷൻ ഇല്ല. അതാണ് മൈഗ്രേഷൻ്റെ ഒരു റീസൺ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പോപ്പുലേഷൻ ആവശ്യമാണ്. ഇന്ത്യയുടെ ഇന്നത്തെ ഗ്രോത്ത് ഓൺലി ലൈക്ക് നമ്മുടെ യങ് പോപ്പുലേഷൻ്റെ ബേസിസിലാണല്ലോ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ആ രാജ്യത്തിനും നമുക്ക് വേണ്ടത് പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ കുറവാണ്. മൈഗ്രേഷൻ അവർ 45 വയസ്സിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ക്രൈറ്റീരിയ 45-ന് താഴെയുള്ളവരെ മൈഗ്രേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കുകയുള്ളൂ. ഇല്ലില്ല, അത് എഡ്യൂക്കേഷൻ്റെ ബേസിസിൽ അവർക്ക് സ്റ്റേ ബാക്ക് 35-ൽ നിർത്തുക എന്നുള്ള റൂളാണ്. 45 വയസ്സ് വരെ മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു യങ് പോപ്പുലേഷനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതൊരു മന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണ്. മൈഗ്രേഷൻ മിനിസ്റ്റർ ഉണ്ട് അവിടെ. അദ്ദേഹമാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മൈഗ്രേഷനെ പറ്റി ചെയ്യുന്നത്. അപ്പം ഓസ്ട്രേലിയക്ക് ആൾക്കാർ ആവശ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ സ്ഥലത്തുനിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് 3000 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് പോകണം. 3 ദിവസത്തെ പരിപാടിയാണ്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്താ ഉള്ളത്? കാടാണ്, പ്രത്യേകിച്ച് കാടുകളാണ്. ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത പല സ്ഥലങ്ങളാണ്. ഒരു പോപ്പുലേഷൻ തന്നെ ഉണ്ടാവാറില്ല. അതിങ്ങനെ കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ്. അത്രത്തോളം സ്കോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് US-ന് ശേഷം ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അത്രയും നമ്മുടെ ധാതു ലവണങ്ങളാൽ നിറഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ഒരു എല്ലാ ഭൂപ്രകൃതിയുമുണ്ട്. 2 ഈ അമേരിക്കയിലേക്ക് പണ്ട് കുറ്റവാളികളെ കയറ്റിവിട്ടതുപോലെ ഈ ഒരു യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കുഴപ്പം പിടിച്ചവരെ കയറ്റിവിട്ട ഒരു സ്ഥലമായിരുന്നു ഓസ്ട്രേലിയ. ഇപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ 70 രൂപ കൊടുക്കണം ഒരു ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എങ്ങനെയായിരുന്നു ഈ ഓസ്ട്രേലിയയുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എന്തായിരുന്നു? ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ധാതു ലവണങ്ങളാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അദാനിക്ക് സ്വന്തമായി മൈനുണ്ട് അവിടെ. ഇന്ത്യക്ക് യുറേനിയം നൽകുന്ന ഏറ്റവും വലിയ രാജ്യം എനിക്ക് ഓസ്ട്രേലിയ മാത്രമാണ് നമുക്ക് കരാറില്ലാത്തത് കൊണ്ട് തരുന്നത്. അപ്പം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനിങ് ഓസ്ട്രേലിയയുടെ ഒരു വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പോഴും അതിന് എനിക്ക് തോന്നുന്നു 1% പോലും ഇന്നുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ അത്രത്തോളം സമ്പന്നമായി കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വളർച്ചയിലോ എൻ്റെ ഫ്യൂച്ചറിനോ യാതൊരുവിധ കൺസേൺസും ഇല്ല. അപ്പോൾ ഇത്തരം ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ, മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്താൽ തന്നെ ഓസ്ട്രേലിയക്ക് വളരെ രീതിയിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോൾ മലയാളിക്കാണെങ്കിൽ അവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റെസിഡൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ വന്നാലും പെർമനന്റ് റെസിഡൻസിയാണ് എല്ലാവരുടെയും ഒരു ലക്ഷ്യം. അപ്പോൾ PR ആയി കഴിഞ്ഞാൽ ഒരു സിറ്റിസന് തുല്യമായിട്ടാണ് ഓസ്ട്രേലിയ കണക്കാക്കുന്നത്. വോട്ടിംഗ് റൈറ്റും അതുപോലെ നേവിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ജോലി സാധ്യത ഒഴികെ ബാക്കി എല്ലാ റൈറ്റ്സും, അതായത് ഫ്രീ മെഡിക്കലാണ്, കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം, ഇതെല്ലാം നൽകുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഇപ്പം നമ്മളിപ്പം ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം
എന്തുകൊണ്ട് അവിടെ കുട്ടികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരുപക്ഷെ ഈ മൈഗ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? അവിടുത്തുകാർക്ക് എന്തുകൊണ്ടാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവിടെ ഒരു ഓൾഡ് ഏജ്ഡ് പോപ്പുലേഷൻസ് കുറച്ച് അധികമാണ്. കാരണം ആ ഏജിങ് പോപ്പുലേഷൻസ് കൂടുതലുള്ളതാണ്, യങ് പോപ്പുലേഷൻസ് കുറവാണ്. അപ്പോൾ ഇതൊരു നാച്ചുറലായിട്ടൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു. ഒരു വെസ്റ്റേൺ കൺട്രീസ് വെള്ളക്കാരുടെ ഇടയിലൊക്കെ കുട്ടികളുണ്ടാകുന്ന ഒരു ട്രെൻഡ് വളരെ കുറവാണ്. അപ്പം നമുക്ക് 2 കുട്ടികൾക്ക് മിനിമം ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതോടുകൂടി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ കുട്ടികൾ വേണ്ട എന്ന് വിചാരിക്കുന്ന അത് അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വലിയൊരു യങ് പോപ്പുലേഷൻസ് ഓസ്ട്രേലിയയിൽ കുട്ടികൾ വേണ്ട എന്നുള്ള മെയില് തന്നെ അത് വേണ്ട എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ABC-യുടെ ഒരു ന്യൂസ്, ABC എന്നാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ പത്രം. അവിടെ ഒരു പുതിയ റീസെൻറ്റ് റിപ്പോർട്ടിലും അത് മിനിഞ്ഞാന്ന് വായിച്ചത് സർവേയിലുണ്ടായിരുന്നു. കാനഡ ഒരു ശീത രാജ്യമാണ്. നമ്മൾ വിചാരിക്കും തണുത്ത രാജ്യങ്ങളിലാണ് മനുഷ്യനെ ഇഷ്ടപ്പെടുക, ഫിസിക്കൽ റിലേഷൻ കൂടുക. പക്ഷേ തണുത്ത രാജ്യങ്ങളിൽ പ്രത്യുൽപാദന ശേഷി വളരെ കുറവാണ്. പിന്നെ തീർച്ചയായിട്ടും കാനഡയിൽ ഒരു പക്ഷേ പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. ഓസ്ട്രേലിയയിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണോ, അതോ ഇപ്പം കാനഡയിൽ ആ 70കൾക്ക് ശേഷം ഒരു ചൈൽഡ് ബൂം ഉണ്ടായി, ഗവൺമെൻറ് തന്നെ ക്യാമ്പയിൻ ചെയ്ത് എല്ലാവർക്കും കുട്ടികളുണ്ടായി, വലിയൊരു ചൈൽഡ് ബൂം സംഭവിച്ചു. വീണ്ടും അത്തരത്തിലൊരു ചൈൽഡ് ബൂമിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ആ രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയ അങ്ങനെയൊന്നും ഒരു ശ്രമം നടത്തിയിട്ടില്ലല്ലേ? അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ പൊതുവെ വന്നിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. ലൈക്ക് നോർമലി അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു വലിയൊരു കൺസേൺ ആയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇതുവരെ തോന്നാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേഷൻ വരുന്നതുകൊണ്ട് യങ് പോപ്പുലേഷനാണ് വരുന്നത്. യങ് പോപ്പുലേഷൻ വരുമ്പോൾ നമുക്ക് പൊതുവേ ഇപ്പം നമ്മളൊരു മൈഗ്രേറ്റ് ചെയ്യുന്ന ഏജ് തന്നെ ഒരു 30 to 45 ആണല്ലോ. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഏജിൽ കുട്ടികളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഒരു വലിയ രീതിയിൽ കുറവ് ഓസ്ട്രേലിയക്കില്ല. പക്ഷേ അവിടെ ജനിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഈ പറഞ്ഞ നമ്പേഴ്സ് കുറയുന്നുണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ വരുമ്പോൾ സ്കൂളുകളുടെ എണ്ണം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കൺസേൺ ഓസ്ട്രേലിയക്ക്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഫ്യൂച്ചർ മൈഗ്രന്റ് പോപ്പുലേഷനിലാണ്. തീർച്ചയായിട്ടും മൈഗ്രേഷൻ ഇല്ലാതെ ആ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. ടോട്ടൽ ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ രാജ്യത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പേഴ്സ് ഇല്ല. ഓസ്ട്രേലിയ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് പുതിയ പോപ്പുലേഷനെ കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഈ ഇടയ്ക്ക് നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ജനറൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ കഴിഞ്ഞ ഒരു 10 വർഷം വളരെയധികം അവിടെ വന്നു. അപ്പം അങ്ങനെ വെള്ളക്കാർക്ക് അവിടുത്തെ ഒരു തദ്ദേശീയർക്ക് അതൊരു ത്രെട്ടായി ഫീൽ ചെയ്തപ്പോഴാണ് എവിടെ നോക്കിയാലും ഇന്ത്യക്കാർ അന്നേരമാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് യൂറോപ്പിൻ്റെ ഒരു മേഖലയിൽ നിന്നാണ് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത്, യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അവിടെയും പോപ്പുലേഷൻ കുറഞ്ഞു, അവർക്കും ആളില്ല. പിന്നെ വരാനുള്ള സാധ്യതയുള്ളത് ചൈന ആൻഡ് ഇന്ത്യയാണ്. അപ്പം ഇതാണ് പൊതുവെ ഒരു ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് പുറകിൽ. ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ് അങ്ങോട്ട് കൂടുതൽ വരുന്നത്? ഏതൊക്കെ ജോബ് സെക്ടറിലുള്ളവരാണ്? ഹെൽത്ത് ആണോ? അപ്പം ഹെൽത്ത് ഒരു ഘടകമാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാ വർഷവും അത് റിപ്പോർട്ട് ചെയ്യും, ഏതൊക്കെ ജോലികളാണ് അവർക്ക് പൊതുവായിട്ട് ഷോർട്ടേജ് ഉള്ളതെന്നുള്ളത്. അപ്പം അങ്ങനെ വൈഡ്ലി ഉണ്ടാകുന്ന ആ ഷോർട്ടേജിൽ നിന്നാണ് ഓസ്ട്രേലിയൻ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ്റെ കോമൺവെൽത്ത് ഗവൺമെൻറ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. 200 മുതൽ അധികം ഒക്കുപ്പേഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. ആ ലിസ്റ്റിലുള്ള എല്ലാ ഒക്കുപ്പേഷൻസും ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില നിബന്ധനകളുണ്ട്. ഈ ചില ഒക്കുപ്പേഷൻസ് അവരുടെ അസസ്മെൻറ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറിന് നേരെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ എക്സാംസ് ക്ലിയർ ചെയ്യണം. ഫാർമസിസ്റ്റിനെ ക്ലിയർ ചെയ്യണം. അതേസമയം എഞ്ചിനീയേഴ്സിന് ഇവിടുത്തെ ഡിഗ്രി അക്സെപ്റ്റഡ് ആണ്, അത് വെച്ച് നടക്കും. IT ഈക്വലി അക്സെപ്റ്റഡ് ആണ്, സോഷ്യൽ വർക്കർ അക്സെപ്റ്റഡ് ആണ്. ട്രേഡൊക്കെ ആണെങ്കിൽ ചില ഇലക്ട്രീഷ്യനൊക്കെ ലൈസൻസ് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്യണം. അപ്പം പലതരങ്ങളായ ഒക്കുപ്പേഷനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡുള്ളത് നമുക്ക് തൊഴിലധിഷ്ഠിത ഒക്കുപ്പേഷൻസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മേശിരി, ആശാരി, കട്ടപ്പണി, അങ്ങനെയുള്ള ടൈലേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഡിമാൻഡും ഏറ്റവും ശമ്പളം ഉള്ളത്. പ്ലംബർ കിട്ടാനില്ല, ഇവിടെ കിട്ടാനില്ല, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ്. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മളുടെ നാട്ടിൽ ഇത്തരം ജോലി ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കൺട്രിയിലേക്ക് പോകാൻ പ്രയാസമാണ്. അപ്പോൾ പലപ്പോഴും തട്ടിപ്പതിൻ്റെ പേരിൽ നടക്കാറുണ്ട്. ആപ്പിൾ പഠിക്കാൻ ഓസ്ട്രേലിയ കൊണ്ടുപോകാറുണ്ട് ആൾക്കാരെ. അങ്ങനെയില്ല, ഒരാളെയും കൊണ്ടുവരാറില്ല ഇന്ത്യയിൽ. അതൊക്കെ വേണ്ട, ഫാമിലേക്കുള്ള ജോലി, ആപ്പിൾ പറിക്കാനുള്ളത്, പിന്നെ വെയർ ഹൗസ് ആയിരുന്നു കുറെ നാളായിട്ട്, വെയർ ഹൗസിലേക്ക് ജോലി, അങ്ങനെയുള്ള തട്ടിപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ നിന്ന്
ഒരാളെ വിദേശത്തു നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില പ്രൊസീജിയർ ഗവൺമെൻറ്റായിട്ട് തന്നെ, ഇതൊരു മൈഗ്രേഷൻ ഒരു ലോ ആണ്. അപ്പം ഞാൻ ആ ഇമിഗ്രേഷൻ ലോ കഴിഞ്ഞാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഇമിഗ്രേഷൻ ലോ അനുസരിച്ചിട്ട് ഓസ്ട്രേലിയയുടെ ഒരു എംപ്ലോയർ ഒരാളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവർ ബോധ്യപ്പെടുത്തണം 28 ദിവസം ഓസ്ട്രേലിയയിൽ മൊത്തം റീച്ച് ചെയ്യുന്ന 2 മുതൽ 3 മാധ്യമങ്ങൾ ആ പൊസിഷൻ അഡ്വർടൈസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതിന് എലിജിബിൾ അല്ല എന്നുള്ള ഓസ്ട്രേലിയക്ക് ബോധ്യപ്പെടുത്തിയാലാണ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ, വിദേശത്തു നിന്ന് ഒരാളുടെ നോമിനേഷൻ അവർ അക്സെപ്റ്റ് ഒരു പണി അവിടെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ട് അവിടുത്തെ ആളുകൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാല് പറ്റൂല എന്നല്ല, ഒരാളില്ല എന്ന്, അല്ലെങ്കിൽ അതിന് ക്വാളിഫൈ ഉള്ള ഒരാളില്ല എന്നുള്ളത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഇവരിതിന് അനുമതി കൊടുക്കുകയുള്ളൂ. പിന്നെ ഈ വിദേശത്തു നിന്ന് ഒരാളെ എടുക്കാൻ ഇവർക്കൊരു ലെവിയും കൊടുക്കണം. ആ ലെവി ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോളം ലെവി അടയ്ക്കണം. അപ്പോൾ ഒരു എംപ്ലോയറിന് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ ഒരു 6-7 ലക്ഷം രൂപ ചിലവുണ്ട്. അത്രയും ചിലവ് കൊടുത്ത് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നീടുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ആപ്പിൾ പറിക്കാനൊന്നും അവർ 7 ലക്ഷം രൂപ മുടക്കിയൊന്നും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയില്ല. അത് ഈ ഇടയ്ക്ക് 7 ലക്ഷം രൂപ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല, ലീഗലി അവർക്ക് തൊടാനേ പറ്റില്ല. എംപ്ലോയർ പേ ചെയ്യണം. ഇവർക്ക് ഇവിടുന്ന് പോകുന്ന ആൾക്ക് അവരുടെ വിസയുടെ കാശും, ഞങ്ങളെപ്പോൾ ഇമിഗ്രേഷൻ പ്രാക്ടീഷണേഴ്സിന് നമ്മളാണ് വിസ ലോഡ്ജ് ചെയ്യുന്നത്, നമ്മളുടെ പൈസയും തരണം. അല്ലാതെ എംപ്ലോയറിന് ഒരിക്കലും ഒരു പൈസ പോലും ഇവരിൽ നിന്ന് മേടിക്കാൻ സാധിക്കില്ല. അല്ല, മാത്യു ലീഗലി ഈ ഇമിഗ്രേഷൻ ലോ പഠിച്ച് അതിൻ്റെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ എത്ര പേരുണ്ടാവും ഇന്ത്യയിൽ? ഇന്ത്യയിൽ ഒരു 100-ലധികം എന്തായാലും ഉണ്ടാവും. ലൈക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 10-ൽ താഴെ മാത്രം. ലൈക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ ഓഫീസ് ഉണ്ടെങ്കിൽ കൂടിപ്പോയൊരു 3-4 പേർക്ക് മാത്രമല്ല ലൈസൻസ്ഡ് ഓഫീസേഴ്സ് ഓസ്ട്രേലിയക്കില്ല. അത് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി ഇമിഗ്രേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന മാര എന്ന് പറയും, മൈഗ്രേഷൻ ഏജന്റ് റെഗുലേഷൻ അതോറിറ്റി, അവരുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ കൊച്ചി അടിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ കൊച്ചിയിലുണ്ടെന്ന് അതിൽ കൃത്യമായിട്ട് കാണിച്ചു തരും. ഏജൻസിയുടെ പേരടിച്ചാലും അൺഫോർച്ചുനേറ്റ്ലി പല ഏജൻസികളും ഇവിടെ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ്ഡ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും റെഗുലേറ്റഡ് അല്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഗുലേറ്റഡ് ആണ്. നമ്മളുടെ ലൈസൻസ് ഓരോ വർഷവും പുതുക്കണം. നമുക്കെതിരെ കംപ്ലയിൻറ്റ് നേരെ ഇമിഗ്രേഷന് കൊടുക്കാൻ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ ഫീ കാര്യങ്ങളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് കൊടുക്കും. അപ്പം ഇതെല്ലാം കാനഡ ആണെങ്കിൽ ICCR റെഗുലേറ്റഡ് പ്രൊഫഷനാണ്. അപ്പം അങ്ങനെ റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നോർമലി ഇപ്പം മാത്യു തന്നെ പറഞ്ഞു നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ IELTS ടോഫലോ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് അറിയുമോ അറിയത്തില്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക? അല്ല, ആ ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. ടെസ്റ്റുകൾ ഇല്ലാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. IELTS വേണം. IELTS മാൻഡേറ്ററി ആണ് എല്ലാ തരത്തിലുള്ള വിസകൾക്കും. ഈ ചില ചെറിയ തരം വിസകൾക്ക് മാത്രമാണ് അത് നീഡഡ് അല്ലാത്ത. അല്ല, GK ചോദിച്ചെന്താ വെച്ചാൽ ഈ ഓസ്ട്രേലിയയിലെ കേസിൽ നമ്മൾ പലതും കേട്ടേക്കണം ഇത് രണ്ടും വേണ്ട. നോ അങ്ങനെയാണ്. ഇത് വളരെ കോമൺ സെൻസ് ഉള്ള സാധനം. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ടീച്ചറിന്റെ കേസസിൽ ഞാനത് കിട്ടും. ഓസ്ട്രേലിയയിൽ വെള്ളക്കാരെ പഠിപ്പിക്കാൻ വരുന്നവർക്ക് ഇംഗ്ലീഷ് ഇല്ലാത്തവരെ എന്താ മലയാളത്തിൽ പഠിപ്പിക്കും. അപ്പോൾ എന്ത് ജോലി എടുക്കണമെന്നുണ്ടെങ്കിലും മാൻഡേറ്ററി ആണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ എക്സംഷൻ കൊടുത്തേക്കുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പിൻ്റെ ചില ഏരിയാസിൽ മാത്രമാണ്. പക്ഷെ അവർക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഒരാൾ UK പഠിച്ച ഒരാൾ, ഇപ്പോൾ മലയാളി UK പഠിച്ചിട്ട് ഈ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വന്നാൽ UK പഠിച്ചതിൻ്റെ പേരിൽ ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ അവർക്കുണ്ട്. ഇംഗ്ലീഷ് കൺട്രിയിൽ പഠിച്ചതിന് വല്ല എക്സംഷൻ കൊടുക്കാം. അങ്ങനെ ചില എക്സംഷൻസ് ഉണ്ട്. അല്ലാതെ ജനറലി കേരളത്തിൽ നിന്ന് പോകുമ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ടാതെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് 99.9% തട്ടിപ്പാണ്. പൈസ അടിച്ചു മാറ്റാനുള്ള ഇപ്പം UK ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഓസ്ട്രേലിയക്കായിട്ട് ഒരു ഇംഗ്ലീഷ് അല്ല, ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷിന്റെ കോളനി ആണല്ലോ, നമ്മുടെ കൂട്ടിൽ നിന്ന് ഒരു കോളനിയാണ് ഓസ്ട്രേലിയ. പക്ഷെ ഓസ്ട്രേലിയയിൽ അവരുടേതായ വർഷങ്ങളായിട്ട് വന്ന ഒരു ഓസ്ട്രേലിയൻ സ്റ്റൈല് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു കൊളോക്കിയൽ ഇംഗ്ലീഷ് എന്ന് പറയാവുന്ന പോലെ. അത് നമുക്കും പ്രയാസമാണ്. അത് അവിടുത്തെ ജനിച്ചു വളർന്ന എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യും. അതൊരു ഒരു ഇംഗ്ലീഷ് അല്ല, പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ജനറലായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു. യൂഷ്വലി ആൾക്കാർ എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പഠനം എന്ന പേരിൽ വിദേശത്ത് പോവുകയും അവിടെ താമസിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ പലപ്പോഴും നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൈഗ്രേഷനകത്ത് ചില സമയങ്ങളിൽ ഒരു ട്രാപ്പിൽ പെടാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു 10 ലക്ഷം രൂപയോ 7 ലക്ഷം രൂപയോ ലോൺ എടുത്തോ വീട് പണയം വെച്ചോ പഠിക്കാൻ പോയി അവിടെ ജീവിക്കാമെന്നുള്ള രീതിയിൽ പോകുന്നു. അപ്പോൾ അവർ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവർ ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലിയേക്കാൾ
കുറച്ചുകൂടി ബെറ്റർ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരും ഈവൻ UK മൈഗ്രേറ്റ് ചെയ്യുന്നവരും റീസെൻ്റ്ലി കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് മൈഗ്രേറ്റ് ചെയ്ത പല ആൾക്കാരും വറീഡാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർ ഈ ട്രാപ്പിൽ പെട്ടുപോയി, ഇവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ ജോലി ചെയ്ത് ലോൺ അടയ്ക്കണം. ഈ ലോൺ അടച്ച് തീർന്നാൽ തന്നെ ഒരാൾ UK മൈഗ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന് താമസിക്കുന്നു പറഞ്ഞാൽ അതൊരു അഭിമാന പ്രശ്നമായി പലപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. തീർച്ചയായും ഓസ്ട്രേലിയക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ മുമ്പേ ഞങ്ങളൊന്ന് ചെറിയ സംസാരത്തിൽ പറഞ്ഞു, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ മൈഗ്രേഷൻ ലോ കഴിഞ്ഞ് നമ്മൾ മൈഗ്രേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അപ്പം മൈഗ്രേഷൻ ഫോക്കസ് ചെയ്ത് നമ്മൾ ഓസ്ട്രേലിയയിൽ നമുക്ക് 4 ഓഫീസസ് ഉണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അവിടെ പിച്ച് ചെയ്തു നമ്മൾ മൈഗ്രേഷൻ, ആൻഡ് വി ബീൻ ഡൂയിങ് റിയലി ഗുഡ് ദർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു 2020 കോവിഡിന് ശേഷം നമ്മുടെ മലയാളി കുട്ടികൾ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പല ഓഫീസുകളിലേക്കും വന്നു തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോഴേ അവർക്കിടെ ഈ പറഞ്ഞതാണ് പ്രധാന പ്രശ്നം. പലപ്പോഴും ഇവരെ തെറ്റിദ്ധരിക്കപ്പെട്ട കോഴ്സുകളിലേക്കും ഇവർക്ക് നോളജ് ഇല്ലാത്ത പല സ്റ്റേറ്റിലേക്കും ഇവരെ പറഞ്ഞു വിടുകയും അവർക്ക് PR കിട്ടാത്ത അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഇത് പറഞ്ഞ പ്രയാസങ്ങളോടുകൂടെ നിൽക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു കേസസിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു 50 മുതൽ 70% കുട്ടികളും തിരിച്ചു വരേണ്ടി വരും അൺഫോർച്ചുനേറ്റ്ലി. കാരണം അത് എന്തുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നമ്പർ ബേസ്ഡ് ആണ്. ഒരു വർഷം 1,30,000 ആൾക്കാരെയാണ് മൈഗ്രേഷൻ അവരെടുക്കാൻ സാധിക്കുള്ളൂ എല്ലാ സ്ഥലത്തും. എല്ലാ രാജ്യങ്ങളിലും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ എന്നല്ല, ഇന്ത്യയെക്കാളും ഇൻട്രസ്റ്റ് യൂറോപ്പ്, അമേരിക്ക, കാനഡ എന്നൊക്കെ ഓസ്ട്രേലിയക്ക് ഇൻട്രസ്റ്റ് ആണ്. പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടോ? ലിസ്റ്റ് ഉണ്ട്. നമ്മൾ എത്രാമത്തെ ലിസ്റ്റിലാണ്? ഇന്ത്യ അങ്ങനെയല്ല, ഇന്ത്യക്കായിട്ട് ഒരു ലിസ്റ്റ് ഇല്ല, ഓക്കുപ്പേഷൻ പ്രയോറിറ്റി ലിസ്റ്റ് ആണ് വരുന്നത്. അതിൽ ആരാണോ ഒരു പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ ആണ്. അപ്പോൾ അതിൽ കൂടുതൽ പോയിന്റ് ആരാണോ അച്ചീവ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇൻവിറ്റേഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ 1,30,000 വേറെ സ്റ്റുഡൻസിനെ മാത്രം ഓസ്ട്രേലിയക്ക് എടുക്കാൻ പറ്റത്തില്ല, അകത്തുള്ളവരെ. മൈഗ്രേഷൻ്റെ ഒരു ആശയം തന്നെ ഇത് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയക്ക് നീഡഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് അത്രയും ഫ്രഷറാണ്, അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ്, അവരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ മൈഗ്രേഷൻ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിദേശത്തുനിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വർഷമാണ് ഒരു 30% വരെ മാത്രമാണ് വിദേശത്തുനിന്ന് എടുക്കുകയുള്ളൂ, 70% ഓസ്ട്രേലിയക്ക് ഉള്ളിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞത്. അത് സ്റ്റുഡൻസിന് വളരെ ആശ്വാസകരമാണ്. ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഈ ഒരു വർഷം ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 6.5 ലക്ഷം പേരാണ്. 6.5 ലക്ഷം പേരിൽ ഈ 1,30,000 30% മാറിയാൽ തന്നെ നമുക്ക് 1 ലക്ഷത്തിൽ താഴെയാണ് അവർക്ക് കിട്ടാനുള്ളത്. അപ്പോൾ 6-ൽ ഒരാളെ അവിടുന്ന് ഔട്ടായി ബേസിക്കലി അവർക്ക്. അപ്പോൾ 6 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം വരെ എടുത്താലും 5 ലക്ഷം പേർക്ക് വിസ കൊടുക്കാൻ ഓസ്ട്രേലിയക്ക് അതിനുള്ള സിസ്റ്റം ഇല്ല. അതാണ് അതിൻ്റെ ഓപ്പണായിട്ട് പറഞ്ഞാലുള്ള കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ 50 മുതൽ 60% കുട്ടികളും ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. ഓൾറെഡി ഈ 2-3 വർഷങ്ങളായിട്ട് കുറേ കുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വന്നു. എനിക്ക് സ്റ്റുഡൻറ്റ് വിസ അനുസരിച്ച് എന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചയച്ചു. ഞാൻ പിന്നെ ഒരു PR-ന് അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും പ്രയോറിറ്റി കിട്ടും. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും ഇവർക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റഡി. ഇനി അത് റീജിയണലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 5 പോയിന്റ് കൂടെ കിട്ടും. പിന്നെ ഇവർക്ക് ഒരു ഓസ്ട്രേലിയയിൽ 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് അവർ പഠിച്ച ഫീൽഡിലുണ്ടെങ്കിൽ അവിടെ ഒരു 5 പോയിന്റ് കിട്ടും. അപ്പോൾ ഈ 15 പോയിന്റ് ഒരു ഹൈലി ക്രൂഷ്യലാണ് മൈഗ്രേഷൻ. ടോട്ടലി 65 പോയിന്റാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ആ കോമ്പറ്റീഷൻ പൂളിൽ ഓസ്ട്രേലിയ പഠിച്ചവരെക്കാളും 15 പോയിന്റ് കുറവായിരിക്കും ഒരു നാച്ചുറലി. അപ്പോൾ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വന്ന കുട്ടികളാണെങ്കിലും നമ്മൾ അവരെ എൻകറേജ് ചെയ്യുന്നത് അവർ പഠിച്ച ഏരിയയിൽ ഇന്ത്യയിൽ ജോലി എടുത്താലും പിന്നീട് അവർക്ക് PR ആയിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത പോയിന്റ്സ് ഉണ്ട്. അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, യൂറോപ്പിലേക്കോ UK-യിലേക്കോ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ സെക്യൂറാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. ഓസ്ട്രേലിയ വളരെ ക്ലിയർ ആണ്. ഈ UK എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുണ്ട്, UK സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റമാണ്. അവർക്ക് 2 വർഷത്തെ 7 പ്രൈം മിനിസ്റ്റർ തന്നെ അവരുടെ ഒരു സിസ്റ്റം തന്നെ കൊളാപ്സ്ഡ് ആണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കോവിഡ് കഴിഞ്ഞപ്പോൾ അവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ ഒരു ലിബറലായി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു കച്ചവടമാണ്
ഈ എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിലും ഗവൺമെന്റ് പൈസ കൊടുക്കണം. തീർച്ചയായിട്ടും ഗവൺമെന്റ് വിസ ഫീ, പിന്നെ ഒരു എക്കോണമിയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണങ്ങൾ കുമിഞ്ഞു കൊടുക്കുക. ഇന്ത്യയിൽ നിന്ന് പോകുന്ന കോടികളാണ് വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട്. ഓസ്ട്രേലിയക്കാണെങ്കിലും ഇത് ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അതവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കുറച്ച് പേർക്ക് അവർക്ക് PR കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ UK സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ വേണമായിരുന്നു, ലിബറലാക്കി. പൈസ കൃത്യമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ടൈറ്റാക്കി. അപ്പോൾ കുട്ടികൾ തിരിച്ചു വരേണ്ടി വരും. ഈ UK സംബന്ധിച്ചിടത്തോളം 90% അപ്പോൾ തിരിച്ചു വരേണ്ടി വരും. ഇത് അന്നും അറിയാതെ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. അവർക്കൊരു വിദേശ വിദ്യാഭ്യാസം കിട്ടിയാൽ മതി എന്നുള്ളതാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഏജ് ബാരിക്കേഡ് വരുന്നുണ്ടല്ലോ. ഒരു 35 എന്നുള്ള ഒരു ഏജും ഒരു 45 എന്നുള്ള ഒരു ഏജും വരുന്നുണ്ടല്ലോ. അത് ശരിക്കും ഇന്ത്യക്കാർക്കൊരു പ്രശ്നമല്ല. കാരണം നമുക്കൊന്ന് പഠിച്ചൊരു എക്സ്പീരിയൻസ്, കാരണം പോയിന്റ്സ് വേണം, അതിന് എക്സ്പീരിയൻസ് വേണം, പഠിക്കാനായിട്ട് ഇതെല്ലാം വരുമ്പോൾ ഒരു 35 ഏജ് എന്ന് പറഞ്ഞ ഒരു ബാരിക്കേഡ് അല്ലേ? അല്ല, ഈ 35 എഡ്യൂക്കേഷനാണ് അവർ മെയിനായിട്ട് ഇട്ടത്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മാസ്റ്റേഴ്സ് പഠിക്കാനാണ് മലയാളികൾ വന്നത്. ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ വന്നു തുടങ്ങി. പക്ഷേ ഇപ്പോൾ 10th, 11th, 12th അവിടെ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. അതും 10th, 11th നമ്മുടെ മലയാളി കുട്ടികൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതിൽ +2 കഴിഞ്ഞാൽ നമ്മൾ ജനറലി പറയുന്നത് ഒരു വർഷം പോലും ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ഈ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരമാണ് അവർ കണ്ടിന്യൂവേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അവരുടെ ഒരു ക്രൈറ്റീരിയയിൽ മീറ്റ് ചെയ്യാൻ. +2 കഴിഞ്ഞവർക്ക് എന്ത് പഠിക്കാൻ പറ്റും അവിടെ? അവരുടെ ഇഷ്ടമുള്ള ചോയ്സസ് ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ അലൈഡ് ഹെൽത്ത് ആണ് ജോലി സാധ്യതയും PR-നും പോകുന്നത്. ഇപ്പം നമുക്ക് പലപ്പോഴും അലൈഡ് ഹെൽത്ത് നഴ്സിംഗ് മാത്രമാണ്. പക്ഷേ അവിടെ ഓഡിയോളജി, സ്പീച്ച് പത്തോളജി, ഒക്കുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനെ വളരെയധികം സോഷ്യൽ വർക്ക്, വളരെയധികം കോഴ്സുകളുണ്ട്. അതെല്ലാം PR ലിസ്റ്റിലുള്ളതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്, അക്കൗണ്ട്സ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള IT കോഴ്സുകൾ, അങ്ങനെ വിവിധങ്ങളായ കോഴ്സുകൾ. മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് കൂടുതൽ പാർട്ട് ടൈം ജോലികൾ കിട്ടാൻ സാധ്യത ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പാർട്ട് ടൈം ജോലികൾ പൊതുവെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഏജൻസികൾ പറയുന്ന പോലെ വന്ന് ഇറങ്ങുമ്പം നാളെ മുതൽ ജോലി കിട്ടും, അല്ലെങ്കിൽ ആപ്പിൾ പറിക്കാൻ പോയി ഇത്ര രൂപ ഉണ്ടാക്കാം, അത് വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാം, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകളും ഉണ്ടാവേണ്ട. അതൊന്നും നടക്കും. ഓഫ് ടൈമിൽ മൊത്തം വേണേൽ ജോലി ചെയ്യാം. പഠിക്കാത്ത സമയങ്ങളിൽ കുട്ടികൾക്ക്, അതായത് കോഴ്സ് നോട്ട് ഇൻ ആക്ഷൻ, അതായത് സെമസ്റ്റർ ബ്രേക്കിനിടയിൽ ഫുൾ ടൈം വർക്ക് റൈറ്റ്സ് ഉണ്ട്. എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം. അപ്പം ഈ സിറ്റികളിലും ചില നല്ല റീജിയണൽ ടൗൺസിലും ജോലികളൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ പ്രയാസങ്ങളുണ്ട്. ജോലികൾ അങ്ങനെ ഈസി ആയിട്ട് കിട്ടുമെന്നൊന്നുമില്ല. ആദ്യം വരുന്ന ഒരാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മുടെ മലയാളി കുട്ടികൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇവർ പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. പല സ്റ്റുഡൻറ്റ് യൂണിയൻ അവിടെയുണ്ട്. ലൈക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അല്ലെങ്കിലും എല്ലാവരും സ്റ്റുഡൻറ്റ് യൂണിയൻസ് ഉണ്ട്. അവർ വരുന്നവരെ റിസീവ് ചെയ്യാറുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഇവിടത്തെക്കാളും അധികം അവിടെയാണ് ഇപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വഴി ഇവർക്ക് പൊതുവെ ഈ സപ്പോർട്ട് കിട്ടുകയും PR-ലേക്ക് പോവുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഏജ് ബാരിയർ ഇമ്പോർട്ടൻ്റ് ആണ്. PG കഴിഞ്ഞ് കഴിഞ്ഞാലും ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് PGക്ക് വരുമ്പോഴും വലിയൊരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ കൃത്യമായ ജോബ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ വരണം. PR-നെ സംബന്ധിച്ചിടത്തോളം 45 വയസ്സ് വരെയാണ്. നമ്മുടെ കുട്ടികളാണ് കൂടുതലായിട്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ അറ്റ് ദ എൻഡ് ലാസ്റ്റാണ്. 45 കഴിഞ്ഞാൽ നടക്കൂല. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറും. വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ബ്രേക്ക് എടുത്തിട്ടാണ് മാസ്റ്റേഴ്സിന് പോകുക അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് പോകുന്നത്. ഒന്ന് ചുറ്റിക്കറങ്ങി വരും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഒരു ഏർലി ഒരു 29, 30, 31 ഒക്കെ ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു PG കഴിഞ്ഞിട്ട് 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആവും. അപ്പോൾ അവർക്കൊരു നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്യാൻ പറ്റിയ യൂറോപ്യനോ അമേരിക്കയെക്കാളിനോ അവരെക്കാളിലും ഒക്കെ നമുക്ക് എന്താണ് പോയിന്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ IELTS UK-കാരൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഇന്ത്യക്കാരൻ്റെ അത്ര മാർക്ക് കിട്ടത്തില്ല. അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പോപ്പുലേഷൻ ഓഫ് ക്ലയൻസ് ഫ്രം UK ആണ്. വെള്ളക്കാരാണ് എൻ്റെ മെയിൻ ക്ലയൻറ്റ് ഗ്രൂപ്പ്. ഇന്ത്യൻ പോപ്പുലേഷൻ 7% നമ്മുടെ ക്ലയൻറ്റോട് അൺഫോർച്യുനേറ്റ്ലി. അപ്പോൾ അവർ നമ്മുടെ മുന്നിലിരുന്നിട്ട് വളരെയധികം ദേഷ്യപ്പെടുന്നതാണ്, വൈ കാൺ വി ഗെറ്റ് IELTS എന്നുള്ള. ലൈക്ക് അവർക്കൊരിക്കലും, അപ്പം നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രം പോരാ, സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് എഴുതണം, എന്നാലാണ് IELTS-ന് നന്നായിട്ട് മാർക്ക് കിട്ടും. അവർക്ക് ഒത്തിരി എറേഴ്സ് ഉണ്ടാവും, അങ്ങനെ കാര്യങ്ങൾ. അവർ ലിസണിങ്ങിലും ടോക്കിങ്ങിലും അതെല്ലാം കിട്ടും, പക്ഷേ റൈറ്റിങ്ങിലൊക്കെ പോകും.
അപ്പം നമ്മുടെ കുട്ടികളാണ് പലപ്പോഴും PT പോലുള്ള എക്സാംസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. PSN ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് UK ടെസ്റ്റാണ്, AI ഡ്രിവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കും എങ്ങനെ AI മാനിപ്പുലേറ്റ് ചെയ്യുക, നല്ലത് ലാംഗ്വേജിനേക്കാളും കൂടുതൽ. അപ്പം സ്കോർ 90 ഔട്ട് ഓഫ് 90 മേടിക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അപ്പം മൈഗ്രേഷന് സാധ്യതകൾ വളരെയധികം നമ്മുടെ കുട്ടികൾക്കാണ്. ഈ PR കിട്ടുന്ന പോലെ തന്നെ പ്രാധാന്യമാണല്ലോ ബന്ധുക്കളെ കൊണ്ടുപോകുന്നത്. ഭാര്യനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ റിലേറ്റീവിനെ കൊണ്ടുപോകുക. ഇതിന്റെ സാധ്യത എങ്ങനെയാണ്? അവിടെ PR കിട്ടിയ ഒരാൾക്ക് ഉറപ്പായിട്ടും അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫ്, കുട്ടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അച്ഛനെ അമ്മേനെയും കൊണ്ടുവരാനൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് വിസകളാണ്. അത് അത്രത്തോളം കാനഡയുടെ അത്രയും ഒരു ഫ്രണ്ട്ലി അല്ല ഓസ്ട്രേലിയ. പക്ഷേ അവർക്ക് വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ഈ ഫാമിലി വിസയിലോ പേരൻസിന് വരാൻ പറ്റും. അവർക്ക് PR വരുന്നത് ഒരു ലോങ് പ്രോസസ്സാണ് അവർക്ക് പേരൻസ്. ഈ പഠനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 12+3+2 എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഡിഗ്രി 3 വർഷം, PG 2 വർഷം. അവിടുത്തെ സ്ട്രക്ചർ ഇതേ സ്ട്രക്ചറാണ്? ഓൾമോസ്റ്റ് സെയിം ആണ്. ചില ഇപ്പോൾ ഇവിടുത്തെ പോലെ ആർക്കിടെക്ചേഴ്സ്, ചില ഗ്രാജുവേറ്റ്സ്, ഹെൽത്ത് കോഴ്സസ് ഒക്കെ 4 വർഷമാണ്. ഇപ്പോൾ 2-4+2 അങ്ങനെ വരും, അല്ലെങ്കിൽ 2-4+1 വരും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പൊതുവെ PG അവിടുത്തെ ആൾക്കാർ ഈ നമ്മുടെ കൂട്ട് ഡിഗ്രി കഴിയുമ്പോൾ PGക്ക് പോയി ചേരുന്ന ഒരു പ്രവണതയൊന്നുമില്ല. അവർ സിസ്റ്റം UG കഴിയുമ്പോൾ തന്നെ ജോലിക്ക് കയറി പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഓഫ് വരുന്ന ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻസ് അവർ പൊതുവെ PGക്ക് സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ BSc നഴ്സ്, ഇവിടെ നഴ്സസ് BSc ആണ് ചെയ്യാറുള്ളൂ. അതിന് PG അവിടെ വന്ന് ചെയ്യുമ്പം അവർ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിൽ, പീഡിയാട്രിക്സ് ആണെങ്കിൽ അതിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് അവരൊരു സ്പെഷ്യലൈസ്ഡ് നഴ്സായിട്ട് പോകാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം മാത്യു പറയുന്നത് കേട്ടപ്പം മാത്യുവിൻ്റെ ക്ലയൻസിൽ 7% ഇന്ത്യക്കാരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സിനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ വിഷമമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ സാധ്യത ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഈ റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചാൽ ഇവർ തിരിച്ചു വരാൻ കേപ്പബിൾ ആയിരിക്കുമോ, തിരിച്ചു വരാൻ കഴിയുമോ? എന്താ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, ഞാനും ഇത് ഒരു കോമൺ ഒരു ടോപ്പിക്കാണല്ലോ മൈഗ്രേഷൻ. നമുക്ക് യുവത്വങ്ങളെ നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാനും ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകണം എന്ന് യാതൊരു ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുപോലെ പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം 4,500 രൂപയാണ് ആസ് എ സോഷ്യൽ വർക്കർ ഇന്ത്യയിൽ. 4,500 രൂപയ്ക്ക് ഞാൻ ആലോചിച്ചപ്പം ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് പോകുന്ന സമയമായപ്പോഴത്തേന് ഒരു എമൗണ്ട് കൂടിയെന്നുണ്ടെങ്കിലും നമ്മളൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഡിഗ്നിറ്റി ഓഫ് ദ ജോബ്, എൻ്റെ ജോലിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു വലിയ പരിഗണന. അന്നൊക്കെ ആർക്കും സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. എല്ലാ പൊളിറ്റീഷ്യൻസും സോഷ്യൽ വർക്കറായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഒരു മൈഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി വരികയും നമ്മളവിടെ പോവുകയും ചെയ്തത്. എൻ്റെ കരിയറിൽ എൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും അവിടെ പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഒരു കോഴ്സും പഠിച്ചിട്ടില്ല. ഞാൻ അവസാനം ഇറങ്ങുമ്പോൾ ഒരു മൈഗ്രേഷൻ ഒരു വലിയ ഫേമിൻ്റെ ഡയറക്ടർ ലെവൽ പൊസിഷനിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വളരെ ലീഡർഷിപ്പ് പൊസിഷൻ വളരെ പെട്ടെന്ന് തന്നെ കയറുകയും ഞാൻ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ എൻ്റെ അണ്ടറിൽ 16 സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും ചേർന്നുള്ള ടീമായിരുന്നു. അപ്പം ഞാൻ മാത്രമായിരുന്നു ഇന്ത്യക്കാരൻ, ബാക്കിയെല്ലാം വെള്ളക്കാരായിരുന്നു. ഒരു സോഷ്യൽ വർക്ക് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഗുണം ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ എൻ്റെ ഗുണമല്ല പറഞ്ഞത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും അത്രത്തോളം നമുക്ക് മുകളിലേക്ക് പോകാനും സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പൊതുവായി ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന് ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ട് എല്ലാവർക്കും തിരിച്ചു വന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നൊരു ഭൂരിപക്ഷം ആൾക്കാർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഉറപ്പായിട്ടും എനിക്കൊരു ആവേശത്തോടെ തിരിച്ചു വരും. ആവശ്യത്തോടെ എപ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യത വേണമെങ്കിൽ പോരാമോന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ലോക്കായി പോകുമല്ലോ. എല്ലാവരും പറഞ്ഞു കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വീട് മേടിച്ച് 25 വർഷത്തേക്ക് 30 വർഷത്തേക്ക് ലോൺ ഉണ്ട്, ലോക്കായി പോകും, തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഉണ്ടോ അവിടെ? ഈ ഓസ്ട്രേലിയയിലെ വീട് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരിച്ചടവുകൾ ഓട്ടോമാറ്റിക്കലി അടച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അത്രത്തോളം റെന്റ് ഉണ്ട്. അതുകൊണ്ട് ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ്. അപ്പം അതുകൊണ്ട് അതൊരു ഘടകമല്ല. പിന്നെ ഈ പലപ്പോഴും ഘടകം ആദ്യം പറഞ്ഞ പോലെ കുട്ടികളാണ്. കുട്ടികൾ കേരളമായിട്ടൊരു ഇൻ്റഗ്രേഷൻ ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഞങ്ങൾ കുട്ടികളെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവരും, 1 മാസം ഇവിടെ താമസിപ്പിക്കും. അതുകൊണ്ടാണ് ഒരു ഗോവിന്ദേട്ടൻ പറഞ്ഞ പോലെ അവർക്കൊരു കേരളത്തിൽ ഈവൻ അവരുടെ ജസ്റ്റേഴ്സിലും പെരുമാറ്റത്തിലും ഒക്കെ മലയാളി കുട്ടികളുടെ സാധാരണഗതിയിൽ അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ ഞാനത് കണ്ടിട്ടില്ല. നിങ്ങളുടെ കുട്ടികളത് കണ്ടു. അത് അങ്ങനെ കൊണ്ടുവരുന്ന പേരൻസ് വളരെയധികം ഉണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പോൾ അവർ ഈ വർഷം പറയുകയും ചെയ്തു, നമുക്ക് 1 വർഷം കേരളത്തിൽ പഠിക്കണം ഡാഡി എന്ന് പറഞ്ഞ കുട്ടികൾ, ഇങ്ങടേക്ക് പറഞ്ഞ കുട്ടികൾ. അപ്പം അത് നമ്മളൊന്ന് ട്രയൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ഈ വർഷം. അപ്പം അങ്ങനെയും പറയുന്ന കുട്ടികളുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് അവർ തിരിച്ചു വരുന്നത് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ സിസ്റ്റം, അവരുടെ ജോലി സാധ്യത, അവിടെ കിട്ടുന്നതിൻ്റെ പകുതി ശമ്പളം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന
ഒരു വലിയൊരു പോപ്പുലേഷനുണ്ട്. അപ്പം നമ്മളൊരിക്കലും ഇന്ത്യയെ വെറുത്തിട്ട് പോകുന്നവരല്ല. പല രാജ്യങ്ങളും പല വിദേശ രാജ്യങ്ങളും അവിടെ വരുന്നവർ ഒരു കാരണവശാലും തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു വരുന്നവരാണ്. ഇന്ത്യക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ആത്മബന്ധം ഉണ്ടല്ലേ നമ്മൾ? പിന്നെ ഉറപ്പായിട്ടും ഈ എനിക്കൊരു ഒരു പൊതുവെ ഞാൻ തന്നെ എന്നെ തന്നെ ഒരു വിമർശനമായിട്ട് പറയുന്നത്, നമ്മുടെ കുട്ടികളാണ് മലയാളി കുട്ടികളാണ് പിന്നെ മലയാളം സംസാരിക്കാത്തത്, ലൈക്ക് നമ്മുടെ മാതൃഭാഷ സംസാരിക്കാത്തത് കൂടുതലായിട്ട്. പഞ്ചാബി കുട്ടികൾ, ഹിന്ദി കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് ഓസ്ട്രേലിയ ജനിച്ചു വളർന്ന കുട്ടികൾ, അവരുടെ ലാംഗ്വേജ് നമുക്ക് അത്ഭുതപ്പെട്ടു. അവർ വീട്ടിലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. നമ്മളാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം എന്തൊക്കെയോ നമ്മളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ പുറകോട്ടാണ്. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സായിട്ടുള്ളവരുടെ അടുത്ത് എനിക്ക് തന്നെ നാണക്കേട് തോന്നും. അവരുടെ ലാംഗ്വേജിൽ എന്ത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പം, അത് മലയാളികൾ മാത്രമല്ല, ലൈക്ക് ഈ ഹിന്ദിക്കാർ മാത്രമല്ല, ഗ്രീക്ക് കുട്ടികൾ എടുത്താൽ, നമ്മൾ സ്പാനിഷ് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ലാംഗ്വേജ് കൃത്യമായിട്ട് അവരത് സംസാരിക്കും. ഈ മൈഗ്രേഷൻ ഫാമിലിയുടെ കുട്ടികൾക്ക് അവിടെ പിന്നീടുള്ള ജോലി സാധ്യത അവിടുത്തെ കുട്ടികളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുമോ, അതോ മൈഗ്രേഷൻ ആയിട്ട് തന്നെയാണോ? എല്ലാവരും അവിടുത്തെ കുട്ടികളായിട്ട് തന്നെ. അതിന് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 30% ജോബ് ഓഫ് അവർക്കായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാം. അല്ല, ഇത് മൈഗ്രേഷന്റെ കേസിലാണ് അത് പറഞ്ഞത്. അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ അവരുടെ അവരുടെ ഏറ്റവും വലിയ ചലഞ്ചും അതാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ലാംഗ്വേജ് എത്രയൊക്കെ നമ്മൾ മലയാളത്തിൽ ജനിച്ചു വന്നാൽ എത്രയൊക്കെ പോളിഷ് ആയാലും ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷിലേക്ക് വരില്ല, ആ ഒരു ലെവൽ ഓഫ് ഇതിലേക്ക് വരില്ല. നമ്മുടെ കുട്ടികളോട് ജനിച്ചു വളർന്ന സിസ്റ്റത്തിലാണ് ജനിച്ചു വളർന്നത്, അവരുടെ ലാംഗ്വേജാണ്. നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം നമ്മുടെ സിഒയോ അങ്ങനെയുള്ള ഏറ്റവും വലിയ പൊസിഷൻസിലേക്ക് ഈസി ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ACET പോയാലോ? ഉറപ്പായിട്ടും. എന്താണ് ആ ഫേമ, എന്താണ് അത്? ഇപ്പം ഞാൻ മൈഗ്രേറ്റ് ചെയ്തത് 2010-11 നമ്മൾ ഇവിടെ നിർത്തി അവിടെ ചെന്നു. അപ്പം നമ്മളൊരു കുറേ വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് എനിക്കും കുറച്ച് സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കണം എന്നൊരു തോന്നലുണ്ടായി. ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാം. പിന്നെ എനിക്ക് നാട്, അച്ഛനും അമ്മ, അനിയൻ, അനിയത്തി ഒക്കെ നാട്ടിലാണ്. അപ്പോൾ പിന്നെ നാടുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇത് വളർന്നതായതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് നാട്ടിൽ വരുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരണം. അപ്പം അങ്ങനെ വന്നാൽ എനിക്ക് സാമ്പത്തികമായി നഷ്ടമില്ലാതെ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് മൈഗ്രേഷനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊരു കാരണം. എൻ്റെ രണ്ട് ക്ലോസ് സുഹൃത്തുക്കൾ, ലൈക്ക് ഫ്രണ്ട്സിനെ ഇവിടുത്തെ 2 ഏജൻസികൾ പറ്റിച്ച് നന്നായി കാശ് പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിനുശേഷമാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്തു എത്ര ഏജൻസികളുണ്ട് ഓസ്ട്രേലിയയിൽ നിയമപരമായിട്ട് കേരളത്തിൽ റൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റഡിയിൽ അന്ന് 2 പേരേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സാധ്യത എനിക്ക് മനസ്സിലായിട്ട് ഞാൻ 2017 എൻ്റെ ഇമിഗ്രേഷൻ ലോ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ലൈസൻസ് കിട്ടി. അങ്ങനെ ലൈസൻസ് കിട്ടി നമ്മൾ തുടങ്ങിയതാണ് ACET എന്ന് പറയുന്ന ഫേം. ഓസ്ട്രേലിയയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഓസ്ട്രേലിയൻ ഫേമാണ്. പിന്നെ നമ്മുടെ ബാക്ക് ഓഫീസായിട്ടാണ് കേരളം. അവിടെ എക്സ്പെൻസീവ് ആണ്. ബാക്ക് ഓഫീസസ് ആയിട്ട് നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ എടുത്ത് അങ്ങനെയാണ് അസറ്റ് കേരളത്തിൽ കൊണ്ടുവന്നത്. പിന്നെ നമ്മളൊരു ഫുള്ളി ഓപ്പറേഷണൽ ആയത് ഒരു 2010 കോവിഡിൻ്റെ സമയത്തൊക്കെ. എന്താണ് ശരിക്കും ACET? എന്താണ് അതിനൊരു ഫുൾ ഫോം വലിയ രീതിയിൽ പറയാനില്ല. നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് തന്നെ അസറ്റ് എന്ന് പറഞ്ഞ ഒരു പേരിടുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയ കാനഡയിൽ എഡ്യൂക്കേഷൻ ആൻഡ് നമുക്കൊരു IT ഉണ്ട്, ടെക്നോളജി, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു വേർഡ് എടുത്തിട്ട് ACET എന്നുള്ളതാണ് നമ്മളങ്ങനെ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയാണ് അസറ്റ് മൈഗ്രേഷൻ ഓപ്പൺ ചെയ്തത്. എന്നെ പോലെ തന്നെ 8 പേര് ലൈസൻസ്ഡ് ആയിട്ടുള്ളവർ ഓസ്ട്രേലിയയിലുണ്ട്. എല്ലാവരും ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ആണ്. അതിൽ 3 മലയാളികളുണ്ട്. ബാക്കി 5 പേരും അവിടുത്തെ പല രീതിയിലുള്ള ആൾക്കാർ, ഒരാൾ നോർത്ത് ഇന്ത്യൻ, ഒരാൾ വൈറ്റ് പോപ്പ്, അങ്ങനെ എല്ലാ റെപ്രസെൻറ്റേഷൻ, ചൈനയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, ലാംഗ്വേജ്, അങ്ങനെ 8 പേരോളം ആൾക്കാർ ഓസ്ട്രേലിയയുടെ വിവിധങ്ങളായിട്ടുള്ള നമുക്ക് 4 ഓഫീസസാണ്. 4 ഓഫീസസിലും ഓസ്ട്രേലിയയിലുണ്ട്. അതാണ് അസറ്റ്. മെയിൻലി നമ്മൾ തുടങ്ങിയത് ഓസ്ട്രേലിയൻ മൈഗ്രേഷനാണ്. മുമ്പേ പറഞ്ഞ പോലെ കുട്ടികളെ ഈ പറ്റിക്കപ്പെട്ട് ഒത്തിരി പേര് അവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനത് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ 4 വർഷം മുമ്പ് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനും സ്റ്റാർട്ട് ചെയ്തു. അത് 15 യൂണിവേഴ്സിറ്റി ഡയറക്റ്റ്ലിയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. കാനഡയും അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പം കാനഡയുടെ പ്രശ്നം ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ നിന്ന് അവിടെ കോളേജുകളിലേക്ക് കയറ്റി വിടുക ചെയ്യുന്നത്. ഓസ്ട്രേലിയ ഭയങ്കര ഡിഫറെൻറ്റ്. ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. അവിടുത്തെ വെള്ളക്കാരോടൊപ്പം നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ 1-2 യൂണിവേഴ്സിറ്റിയാണ് ഓസ്ട്രേലിയയിൽ. പിന്നെയും ഇന്ത്യൻസിനെ RMIT പോലുള്ള ഫുൾ യൂണിവേഴ്സിറ്റികളാണ് ഫുൾ ഇന്ത്യക്കാരെ വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോടൊപ്പം തന്നെയാണ് പഠിക്കുന്നത്. കാനഡയെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫിനാൻസിന് വേണ്ടി ഇതെല്ലാം കമ്മീഷൻ ബേസ്ഡ് ആണ്. നമ്മൾ വിടുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്നല്ല, യൂണിവേഴ്സിറ്റി നമുക്ക് കമ്മീഷൻ തരും. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. കാനഡയിൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കോളേജുകളായിരുന്നു. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നിന്നുള്ള ഏജൻസികളെല്ലാം
അൺഫോർച്ചുനേറ്റ്ലി അവരുടെ മോട്ടീവ് പൈസ ആയതുകൊണ്ട് മാത്രം കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സുകൾക്ക് തട്ട് പോലെ കോളേജുകളിലൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവർക്ക് ഒരിക്കലും അവരോട് ചെയ്ത ഏറ്റവും വലിയ കുറ്റം, അവർക്കൊരിക്കലും അവരുടെ ഏറ്റവും നല്ല പ്രായത്തിൽ കിട്ടേണ്ട വിദ്യാഭ്യാസം അവരെ നഷ്ടപ്പെടുത്തി. ഇങ്ങനെയുള്ള തട്ടുപൊളിപ്പൻ കോളേജുകളിൽ പഠിക്കേണ്ട വന്നു. ഇപ്പം അവരെല്ലാവരും സഫർ ചെയ്യുന്നു, അവരെല്ലാം തിരിച്ചു വരേണ്ടി വരും. കാനഡ അത്രത്തോളം ടൈറ്റ്. ഈവൻ 18 കുട്ടികളുണ്ടെങ്കിൽ 15 കുട്ടികൾ ഇന്ത്യൻസായി ഒക്കെയുള്ള ക്ലാസ് റൂംസ് ഉണ്ടെന്നാണ് കാനഡയിൽ കേട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, അവിടെ ആകെ വൈറ്റിനെ കാണുന്നത് കോൺവക്കേഷൻ വരുന്ന VC മാത്രമായിരിക്കും. ബാക്കിയെല്ലാം ഇന്ത്യൻസ് ആണ്. നമ്മളതിൽ ഈ 15 പേര് സിംഗ് അല്ലെങ്കിൽ കൗർ ഇത് മാത്രമേ കേൾക്കൂ. കാരണം പഞ്ചാബി പോപ്പുലേഷൻ ആണ് മൊത്തം അവിടെ. അതിൽ 3 പേരായിരിക്കും. ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു കൾച്ചറൽ മിക്സ് ഉണ്ട് അല്ലേ? അല്ല, അവിടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ്. അതായത് അവിടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റികൾ നമ്പേർഡ് ആണ്. 40 to 50 നമ്പേഴ്സ്. അവിടെ ആ നാട്ടിലെ ആൾക്കാർ പഠിക്കും, ഇന്റർനാഷണൽ സ്റ്റുഡൻസും പഠിക്കും. അങ്ങനെയാണ്. കാനഡ അങ്ങനെയല്ല. ഇത് ഇവർക്ക് വേണ്ടി ബാച്ചായിട്ട് ഇവർ തുടങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകണം. അതാണ് ഈ കുട്ടികൾ ഏറ്റവും വലിയ പറ്റിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ കാനഡ ഈ വർഷം അനൗൺസ് ചെയ്തു. ഫ്രേസർ യൂണിവേഴ്സിറ്റി, ലൈക്ക് നമ്മളിനി യൂണിവേഴ്സിറ്റി മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. കാനഡയിൽ ക്യാപ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു മാക്സിമം വോളിയം വിടാൻ പറ്റില്ല. കാനഡയിൽ നമ്മുടെ ഈ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പരീക്ഷ എഴുതുന്ന പോലെയാണോ? അല്ലല്ല, ഇത് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ പറഞ്ഞു വിടാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇപ്പം നമുക്ക് ടോട്ടലി 5 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ കോളേജ് പാത്വേ ടു യൂണിവേഴ്സിറ്റി കൊടുക്കും. അതായത് ഒരു കോളേജിൽ പഠിച്ച് 2 വർഷം പഠിച്ച് 3rd ഇയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടെ ഇറങ്ങണം. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോലെ തന്നെ കാനഡിയൻ തദ്ദേശീയരായ ആൾക്കാരോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ച് ഇറങ്ങി ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കൈകാര്യം ചെയ്താൽ ഇന്ന് കാണുന്ന ക്രൈസിസ്, ഈ PR കിട്ടാത്തൊരു ക്രൈസിസ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരവിടെ പ്ലേസ്മെൻറ്റ് നടത്തും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുമ്പം അവർക്ക് ജോലി സാധ്യതകൾ ഹൈ ആണ്. കാനഡിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് അവിടുത്തെ ബിസിനസ്സുകൾ അവരെ ഹയർ ചെയ്യും. അത് PR പോകാനുള്ള സാധ്യത 100 മടങ്ങ് അധികമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇനി അവർ തിരിച്ചു കൊണ്ട് വന്നാലും കാനഡയിൽ നിന്നുള്ള ഒരു കാനഡിയൻ വേൾഡ് സ്ട്രക്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്വാളിഫിക്കേഷനോട് ഇവിടെ വന്നാൽ ഇവിടെ ഒരു നല്ല കമ്പനി ഹയർ ചെയ്യും. ഈ കോളേജിൻ്റെ ഇതുകൊണ്ട് വന്ന് ആര് ഹയർ ചെയ്യാനാണ്? അവർക്ക് ഒരു ഓതൻറ്റിക് അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്തത് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് അല്ല യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ആണോ പഠിക്കണമെന്ന് അറിയാൻ എന്താ മാർഗം? അത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസ് കിട്ടണം. കാരണം ഇവർക്ക് ആർക്കും ഇപ്പം ഞാൻ പേരൊക്കെ അല്ലേ കൂടുതൽ കേൾക്കാറുണ്ട്. അത് ഇവർ കൊടുക്കാത്തതാണ്. ലൈക്ക് യൂണിവേഴ്സിറ്റി ഒന്നാമത് നല്ലൊരു ഏജൻസി മാത്രമേ ടൈപ്പ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഇവിടുത്തെ പ്രമുഖമായ 1-2 ആൾക്കാർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ വിടുമ്പോൾ കിട്ടുന്ന കമ്മീഷനേക്കാൾ അധികമാണ് കോളേജിൽ കൊടുക്കുക. അല്ല, ഇതിപ്പോൾ മാത്യു ഇപ്പോൾ ഒരു ഇമിഗ്രൻ്റ് കൺസൾട്ടൻ്റ് ആണ്. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, ലൈസൻസ്ഡ് ആണ്. ഇപ്പം നമ്മൾ നോർമലി ഇതൊരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എക്സ്പോർട്ടിങ് ഒരു പ്രൊമോ വീഡിയോ ആയി തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി ഞങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ നമ്മളിവിടുന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൈഗ്രേഷൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം ഒരുപാട് ചീറ്റിംഗ് ഉണ്ട്, ഫ്രോഡുണ്ട്, എന്താ പറയുക, ടോട്ടലി ആൾക്കാരെ മുങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം എൻക്വയറികൾ ഇപ്പോൾ ഓസ്ട്രേലിയ കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ ചില എൻക്വയറികളോ, ഇപ്പം നിങ്ങൾക്ക് അവർ ചിലപ്പോൾ ക്ലൈൻ്റ് ആവണമെന്നില്ല, തീർച്ചയായിട്ടും അത്തരം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ തീർച്ചയായിട്ടും അത് നൽകാം. നമ്മൾ ആ ഒരു സർവീസ് ആദ്യം മുതലേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2021 നമ്മൾ വലിയൊരു വാർത്താ സമ്മേളനം എങ്കിൽ ഇവിടുത്തെ ഓൾ മുഖ്യധാര മീഡിയകളും വന്ന് കവർ ചെയ്തത്. അപ്പോൾ അത് ഈ മൈഗ്രേഷൻ സ്കാമിനെ പറ്റി, അന്നേരമാണ് ഏറ്റവും സ്കാം കോവിഡിന് ശേഷം നടന്നത്. അപ്പം ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു, എല്ലാ മീഡിയയുമായിട്ട് സംസാരിച്ചു. ഈ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിന് വലിയ രീതിയിലുള്ള റീച്ചിങ് ഉണ്ടായി. ആ റീച്ച് പ്രകാരം എത്രയോ പേരുടെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം മുതലേ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറയുന്നത് ഇതിന് എഗനസ്റ്റ് ആയിട്ടാണ്. ഭീഷണി കിട്ടിയിട്ടുണ്ട് പല രീതിയിലും. നമ്മളിവിടെ വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും പലരുടെയും ബിസിനസ് ഇത് കാരണം മുടങ്ങിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്ക് ഇത്തരത്തിലുള്ള എന്ത് കേസുകളുണ്ടെങ്കിലും അസറ്റിൻ്റെ ഓഫീസിലേക്ക് വിളിക്കാം. അത് കാനഡ ആണെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയിൽ ബിനുചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളൊരു ഗ്രൂപ്പ് നടക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പാണ്. ഈ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്ക് കിട്ടിയ എൻക്വയറി പ്രകാരം പുള്ളി തുടങ്ങിയ ഗ്രൂപ്പാണ്. അതിൽ
ഒരു വലിയ നമ്പേഴ്സ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വരും, മലയാളികൾ തന്നെ അവിടെ ആൻസർ പറയും. ഇപ്പോൾ എന്നെ കിട്ടിയില്ലെങ്കിലും ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്ന ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ തന്നെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർ എന്നൊരു ഗ്രൂപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്? അല്ലല്ല, ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്. അതിൽ തന്നെ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർ വളരെ നല്ല എന്ത് എൻക്വയറിയും പോസ്റ്റ് ചെയ്യാം. അവിടെയുള്ള ആൾക്കാർ അതിൽ ഒരു മോഡറേറ്റർ ഞാനാണ്. അപ്പം ഞാനവിടെ മോഡറേറ്റർ ആയിട്ട് ഇരിക്കുന്നത്, ഞാൻ അതിൽ വലിയ പോസ്റ്റിംഗ് ഒന്നുമില്ല. അവർക്ക് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവിടെ ലീഗൽ ലൈസൻസ് ഉള്ള ഒരാൾ വേണം അതിന് ആൻസർ ചെയ്യാൻ. അപ്പം അതിന് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ എന്നോട് ചോദിക്കും. പക്ഷെ അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം അതിൽ ഇട്ട് കൊടുത്താൽ തന്നെ അവർ പറയും. അപ്പം അതിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് 1 ലക്ഷം പോയി, 2 ലക്ഷം പോയി, 3 ലക്ഷം പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഡൽഹിയിൽ വിട്ട് മെഡിക്കൽ എടുപ്പിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കോ അത് സ്കാമാണ്. പലരുടെ അങ്ങനെയാണ്. ഡൽഹിയിൽ പോയി മെഡിക്കൽ എടുത്തു, ഇനി എന്നാ വിസ ഗ്രാൻഡ് വന്നതെന്ന് ചോദിച്ചു വരും. ഇവിടെ നമുക്ക് കിംസ് 4 അംഗീകൃത ഗവൺമെൻറ് അംഗീകൃത കാര്യങ്ങളുണ്ട്. കിംസ് മാത്രമായിരുന്നു കേരളത്തിൽ. ഒന്നിപ്പോൾ കിംസ് കൊച്ചിയിൽ ഒരെണ്ണമുണ്ട്, കോഴിക്കോട് ഒരെണ്ണമുണ്ട്, തിരുവനന്തപുരം ഒരെണ്ണമുണ്ട്, 3 എണ്ണം. എന്താണ് മെഡിക്കലിൽ അല്ലെ മെഡിക്കൽ കഴിയണമല്ലോ, വിസ കിട്ടണമെന്നുണ്ട്. അല്ല എന്താണ് അവർ ചെക്ക് ചെയ്യണത് കൂടുതൽ? അല്ല, ഈ ലൈസൻസ് ഉള്ളിടത്ത് മാത്രമാണ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ കേരള കാൻഡിഡേറ്റ്. അല്ല, മെഡിക്കൽ ചെക്കപ്പിൽ എന്തൊക്കെയുള്ളത്? അത് മെയിനായിട്ട് ചെസ്റ്റ് എക്സ്റേ, മെയിൻ ഹെൽത്ത് കൺസേൺസ്. അത് PR അവർ ചെക്ക് ചെയ്യും. ഇവർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു വിസ ഗ്രാൻഡ് ആക്കത്തില്ല. കാരണം അത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് അവിടെ മെഡിക്കൽ സൗജന്യമാണല്ലോ. അവിടെ വന്നിട്ട് ഒരു വലിയൊരു രീതിയിലുള്ള ഒരു എക്സ്പെൻസസ് ഒഴിവാക്കാൻ വേണ്ടി രോഗാവസ്ഥയിലുള്ളവർക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. വലിയ രീതിയിലുള്ള രോഗാവസ്ഥയിലുള്ളവർക്ക് അത് മെഡിക്കലി ഫെയിൽ ആവും. അവർ അത് പറ്റില്ല. അപ്പം പ്രേക്ഷകരിതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുക. ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ പഠിക്കാനോ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കോ ഈ ഗ്രൂപ്പ് ഉപയോഗിക്കാം. എൻ്റെ ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവർ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അതുകൂടാതെ മാത്യുവിൻ്റെ സ്ഥാപനവുമായും ബന്ധപ്പെടാൻ കഴിയും. നമ്മൾ കമൻറ്റിൽ കോൺടാക്ട് നമ്പർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു.